നന്നായി ശ്രദ്ധിച്ചോളണം. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ജീവിതത്തിൽ എവിടെയൊക്കെയുണ്ടോ വീക്കുകൾ, എവിടെയൊക്കെയുണ്ടോ വിഘ്നങ്ങൾ, രഹസ്യത്തിൽ മദ്യപിക്കരുത്, മാന്യമായി മദ്യപിക്കരുത്, ടൂർ പോയി അന്യനാടുകളിൽ വെച്ച് മദ്യപിക്കരുത്. മദ്യപിച്ചു കഴിഞ്ഞാലുള്ള സംഗതി ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിൽ നിന്ന് മദ്യപിക്കുന്ന വ്യക്തി അവന്റെ മുഖം ഖിബിലന്റെ ഭാഗത്തിൽ നിന്ന് തിരിഞ്ഞടിക്കുകയും അവൻ ഖിബിലയിൽ നിന്ന് തെറ്റിക്കടക്കുകയും ചെയ്യും. ഖബറാളിയെ കഅബയിലേക്ക് തിരിച്ചു കടത്തൽ നിർബന്ധമാണ്. മറവ് ചെയ്തതിന് ശേഷം ഖിബിലയിലേക്ക് ചരിച്ചു കടത്തിയിട്ടില്ലെന്ന് ബോധ്യമായാൽ മയ്യത്തിന് പകർച്ച വരുന്നതിൻ്റെ മുമ്പാണെങ്കിൽ മൂടുകല്ലെടുത്ത് ആ മയ്യത്തിനെ ഖിബിലയിലേക്ക് ചരിച്ചു കടത്തൽ നിർബന്ധമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമമെങ്കിൽ ചിന്തിച്ചോളണം. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ ചിന്തിച്ചോളണം. മദ്യപിച്ച് കുടുങ്ങിപ്പോയ വല്ലവരുമുണ്ടോ? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് 3 കെട്ടും പിടിച്ച് നിങ്ങളെ താഴ്ഭാഗത്തേക്ക് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശരീരം കഅബയിലേക്ക് തിരിഞ്ഞു കടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് നിങ്ങൾ മൊത്തം ആ മൂടുകല്ലിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഖിബിലയിൽ നിന്ന് ചെരിഞ്ഞു കിടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മദ്യപാനികൾ ആലോചിച്ചോളണം. കള്ള് കുടിക്കുന്നവരുണ്ട്, കള്ളുകുടിയന്മാരുമുണ്ട്. കള്ള് കുടിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ കുടിച്ചു പെട്ടവരാണ്, അവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. കള്ള് കുടിയന്മാരുണ്ട്, അത് കുടിക്കാഞ്ഞാൽ വെറുതെ കിട്ടാത്തവരാണ്. ഈ 2 കൂട്ടരും ആലോചിച്ചോളണം, തുടങ്ങണ്ട. കാരണം നമ്മളെ കൊണ്ട് എത്ര പേർ വേദനിക്കണം. നമ്മളെ കൊണ്ട് നമ്മളുടെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പ ഒരു മദ്യപാനിയുടെ ഉപ്പയായില്ലടാ. നമ്മളെ കൊണ്ട് ആ ദുഹ നിസ്കരിക്കുന്ന ഉമ്മയും റജബും ശഅബാനും റമദാനും സിത്തത്തും മിൻ ശവ്വാലും നോറ്റ ഉമ്മയും ഒരു മദ്യപാനിയുടെ ഉമ്മയായില്ലടാ. നിന്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒരു തെറ്റും ചെയ്യാതെ വഷളായില്ലടാ നിന്നെ കൊണ്ട്. ഇനി നിന്റെ കുഞ്ഞനുട്ടികൾ വരുന്നു, നിന്റെ മക്കൾ വരുന്നു, ആ മക്കൾ മുഴുവനും ഒരു മദ്യപാനിയുടെ മക്കളായില്ലടാ. ഇനി വരുന്നു ആ പാവം പെണ്ണ് ഒരു മദ്യപാനിയുടെ പുതുമണവാട്ടിയായി, ഒരു മദ്യപാനിയുടെ ഭാര്യയായി, ജീവിത സഖിയായി, നാടാകെ പാട്ടായി, അറിയാതെ വഷളായി. അവരും കുടുങ്ങിയില്ലടാ. നിന്റെ ഒരൽപ്പസമയത്തെ നിന്റെ സുഖിക്കലുകൊണ്ട്, ഒരൽപ്പസമയം നീ ഒന്ന് മത്തുമറിഞ്ഞതുകൊണ്ട് എത്രയൊക്കെ പേർ കുടുങ്ങിപ്പോയി, എത്രയൊക്കെ പേർ ജാള്യതയിലകപ്പെട്ടു. എവിടെ നോക്കി അവര് വഷളായി. എൻ്റെ മോനല്ലടാ ആ ബസ് സ്റ്റോപ്പിൽ ഇന്നലെ വീണ് കിടന്നിരുന്നത്, എൻ്റെ മോനല്ലണ്ണി ഇന്നലെ അവിടെ ആടി നടന്നിരുന്നത്. ഇതൊക്കെ കേൾക്കണ്ടേ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉപ്പ? ഇതൊക്കെ കേൾക്കണ്ടേ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ഉമ്മ? ഈ ഒരു വലിയ വിപത്തിലേക്ക് നിന്നെ എത്തിച്ചതാരാണ്? അത് നിന്റെ മദ്യപാനമാണ്, അത് നിന്റെ മറ്റു നീചവൃത്തികളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മറ്റുള്ളവര് നമ്മളറിയാതെ വഷളാവുകയും അവര് തീ തിന്നുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മദ്യപാനമെന്ന് ആലോചിച്ചെങ്കിലും, എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞനുട്ടികൾ വഷളാകരുതെന്ന് ചിന്തിച്ചുകൊണ്ടെങ്കിലും മദ്യപാനികളെ മാറി നിന്നോളണം, മദ്യപാനികളെ അവസാനിപ്പിച്ചോളണം. മദ്യപാനികളെ നമ്മൾക്ക് നാളെ മദ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾക്ക് മദ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ പുഴയുണ്ട്. ലാ ഫീഹാ ഗൗലുൻ വലാഹും യുൻസഫൂൻ. തലവേദനയില്ല, ഭ്രമതയില്ല, ഒരു ഭ്രമതയുമില്ല, ഒരു മത്തുമറിയലുമില്ല, ഒരു തലവേദനയുമില്ലാത്ത കള്ള്. അത് കള്ളിന്റെ ആറിൽ നിന്ന് മതിവരുവോളം മുക്കി കുടിക്കുകയാണ്. വല്ലാത്ത ഹരമുള്ള കള്ളാണത്.
അക്കള്ള് കുടിക്കണ്ട, അക്കള്ള് മുടക്കണ്ട, ഇക്കള്ള് കുടിച്ചുകൊണ്ട് പകരം എന്താണ് ലഭിക്കുക? പകരം എന്താണ് ലഭിക്കുക എന്നറിയുമോ? നരകവാസികളുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്നൊലിക്കുന്ന ചീഞ്ചലം, അതായിരിക്കും നിനക്ക് കുടിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എവിടെയാണോ വീക്കുള്ളത്, ഞാൻ ചിലതൊക്കെ പറഞ്ഞുള്ളൂ, ജീവിതത്തിൽ എവിടെയാണോ പാളിയത്, ജീവിതത്തിൽ എന്ന് പാളൽ തുടങ്ങിയതാണോ, അതൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾക്കൊന്ന് നന്നാകണം. കാരണം നമ്മൾക്ക് മരിക്കണം. കാരണം ഒരു മരണമേ നമ്മൾക്കുള്ളൂ, ഒറ്റ മരണേ ഉള്ളൂ. ലയമൂത്തുന ഫീഹാ ഇല്ലൽ മൗത്തത്തുൽ, ഒറ്റ മരണേ ഉള്ളൂ. ആ മരണം നമ്മൾക്ക് മരിക്കണം. ആ മരണം നമ്മൾക്ക് മരിക്കണമെങ്കിൽ നമ്മൾക്ക് ഈമാൻ കിട്ടി മരിക്കണം. ആ ഈമാൻ നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈമാനോടെ ജീവിക്കണം. ആ ഈമാനോടെ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ ഇരുട്ടിലും വെളിച്ചത്തിലും കഥ കടഞ്ഞാലും കഥകു തുറന്നാലും, ഇന്നോവയിലായാലും പുറത്തായാലും, സ്വദേശത്തായാലും വിദേശത്തായാലും, പുതപ്പിനുള്ളിലായാലും പുതപ്പിന് പുറത്തായാലും യജമാനനായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഒരു മുത്തുനബിയെ നമ്മൾ പേടിച്ച് ജീവിക്കണം. ഒരു മലായിക്കത്തുകളെ, നമ്മളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 20 മലായിക്കത്തുകളെ നമ്മൾ പേടിച്ചു ലജ്ജിച്ചു ജീവിക്കണം. ഒരു കഥ ഞാൻ പറയാം, അവസാനിപ്പിക്കുകയാണ്. അഭിവന്യരായ ശൈഖുനാ ഉസ്താദ് അവകൾ വരുന്നു. ആ ഉസ്താദ് അവകളുടെ അടുക്കൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാൾ വരികയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വളരെ ടിപ്പിലാ വരുന്നത്. വസ്ത്രധാരണയൊക്കെ വളരെ ഫിറ്റാ. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വരികയാണ്. അപ്പൊ എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. എൻ്റെ അയലോക്കത്ത് ഒരാളുണ്ടായി, വല്ലാതെ ചെലക്കും. എല്ലാവർക്കും അയാളോട് ദേഷ്യമാണ്. വല്ലാതെ ചലിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു മൂർച്ചയില്ലാത്ത അരിയടയിട്ട് പോയിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു. അതിൽ അയാൾ വീണ് മരിച്ചു. ഇതൊരു മട്ടെന്നറിയങ്ങള്, ഒരാളെ വെട്ടിയാണ് കൊന്നത്, അവതരിപ്പിച്ചൊരു കോലാണത്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ട് നെട്ടിത്തരിച്ചു പോയി. ഇവനൊരു കൂസലുമില്ലാതെ അത് അവതരിപ്പിക്കുകയാണ്. സങ്കോചമില്ലാതെ ഇത്രയും വലിയ സംഭവത്തെ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു ആകല് ഞാൻ നെട്ടിത്തരിച്ചു പോയി. അതിനിടയ്ക്ക് ഇയാൾ കരഞ്ഞുപോയി. അയാൾ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അതിൻ്റെ മുമ്പ് വളരെ ഡീസൻ്റായി സധൈര്യം ഈ വിഷയം അവതരിപ്പിച്ച, കൊല പോലും അവതരിപ്പിച്ച, കൊന്ന രൂപത്തെ അവതരിപ്പിച്ച, സിമ്പിളായി അവതരിപ്പിച്ച ആ വ്യക്തി പൊട്ടിക്കരഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, നിങ്ങളെന്തേ കരഞ്ഞു? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, അവര് ഘാതകന്റെ മക്കളായില്ലേ എന്ന് പറഞ്ഞു. അതെ, അതിവിടെ കണ്ട്. കൂടത്തായിൽ ജോളി എന്ന് പറഞ്ഞ ഒരു പെണ്ണ്, കുടുംബത്തിൽ തനിക്ക് വശംവദരാകാത്ത, തൻ്റെ പ്രണയത്തിനും തൻ്റെ പോക്കിനുമൊക്കെ വിഘാതം നിൽക്കുന്ന, വിഘാതമുണ്ടെന്ന് തോന്നിപ്പോയ 5-6 പേരെ പണി കഴിപ്പിച്ചത്, ലാസ്റ്റ് പൊളിഞ്ഞത് നമ്മൾ വായിച്ച് തള്ളിയ പത്രത്തിലുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ നിങ്ങള്, ആ കൂടത്തായിലെ ആ പെണ്ണിന്റെ കുടുംബത്തിൽ നിന്ന് പലരും ജാള്യത സഹിക്കവയ്യാതെ വേറെ നാട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. എന്തേ കാര്യം? ഒരു ജോളിയുടെ ജോളി കൊണ്ട് ഇതാണ് പോയി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, എൻ്റെ ഒരു തെറ്റുകൊണ്ട് ഞാൻ മാത്രമല്ല സുഖിക്കുന്നത്, ഞാൻ മാത്രമേ സുഖിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇതുകൊണ്ട് വേദനിക്കുന്നുണ്ട്. അത് മദ്യപാനമായാലും, അത് വ്യഭിചാരമായാലും, അത് കളവായാലും, അത് വട്ടിപ്പലിശയായാലും, അത് മറ്റു കുടുംബ ബന്ധങ്ങളിലുള്ള വഴക്കുകളായാലും, എല്ലാത്തിലും അതാണ്.
അതുകൊണ്ട് നമ്മെക്കൊണ്ട് മറ്റൊരാളും ബുദ്ധിമുട്ടരുതെന്ന് ആശിക്കുന്നവരെല്ലാവരും നമ്മൾ ജീവിതത്തിൽ മാന്യത പുലർത്തി ജീവിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങൾ, ഈ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരാൻ സ്വലാത്തുകൾ കൂടുതലായി ചൊല്ലുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. സ്വലാത്ത് കൂടുതലായി ചൊല്ലുക, ഔഷധം അതാണ്. സ്വലാത്തുകൾ കൂടുതലായി ചൊല്ലുക. സ്വലാത്ത് ചൊല്ലി 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 നാം ഇങ്ങോട്ട് മയപ്പെടുത്തിയെടുക്കണം. 700 സ്വലാത്ത് ദിവസം ചൊല്ലുന്ന വ്യക്തി മരിക്കുന്ന അവസരത്തിൽ മുത്തുനബിയെ കണ്ടേ മരിക്കുകയുള്ളൂ. ഞാനിവിടെ വന്ന വാഴതിൽ മുഴുവനും ഈ കണ്ടന്റുകൾ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അവതരണത്തിൻ്റെ രീതി മാറ്റി എന്നല്ലാതെ വിഷയം മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 1, 2, 3 വാഴലുകളിൽ അത് പറഞ്ഞതാണ്. ഇന്ന് സമൂഹത്തോട് ഇതല്ലാതെ മറ്റൊന്ന് പറയാൻ? ആദം നബി അലൈഹി സ്വലാമിൻ്റെ കഥയും ചരിത്രവും ആയിഷ ബീവിയുടെ ചരിത്രവും ഒക്കെ പറയാനുണ്ട്. അതുകൊണ്ടൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പക്ഷേ ആദ്യം ബേസിക് ശരിയാവണ്ടേ, ബേസ്മെന്റ് ശരിയാവണ്ടേ? അടിയാധാരമില്ലാതെ എങ്ങനെയാണ് നമ്മളൊരു ഭൂമി രജിസ്റ്റർ ചെയ്യുക? നമുക്ക് അടിയാധാരം വേണ്ടേ? അതാണ് മക്കളെ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഭവമൊക്കെ നിങ്ങൾക്കൊന്ന് ഫലിച്ചു കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം സ്വലാത്തിനെ അധികരിപ്പിക്കലാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി മരിക്കുമ്പോ മുത്തുനബിയെ കണ്ടേ മരിക്കൂ എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. അതെന്താണ്? മുത്തുനബിയെ കാണാൻ പറ്റിയ ഒരു പരുവത്തിലേക്ക് അവന്റെ ജീവിതം സ്വലാത്ത് കൊണ്ട് പാകപ്പെടും എന്നുകൂടി അതിൻ്റെ അർത്ഥമാണ്. എന്നല്ല 700 സ്വലാത്തില്ലി മദാറൊക്കെ കളിച്ചിട്ട് നീങ്ങി അങ്ങനെ മരിക്കാൻ നേരത്ത് മുത്തുനബി വന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഈ സ്വലാത്ത് ദിവസവും ചെല്ലുന്ന വ്യക്തിയുടെ ജീവിതം പരിവർത്തനപ്പെടുകയും മുത്തുനബിക്കൊക്കെ സദസ്സിൽ വരാൻ മാത്രം അവൻ സ്ഫുടം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സ്വലാത്തിനെ നിങ്ങൾ അധികരിപ്പിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. മുത്തുനബിക്ക് സ്വലാത്ത്, ആലിന് സ്വലാത്ത്, സഹബിന് സ്വലാത്ത്, എല്ലാവർക്കും ആദരവോടെ ഗുണം ചെയ്യണം, അവർക്കൊക്കെ സലാമത്തും നൽകണം എന്ന് പറഞ്ഞിട്ട് പറയാണ് എത്ര വേണ്ടി? കമാ തുഹിബ്ബു വതഗ്ളാ. എങ്ങനെ വേണ്ടി? അൻ്റെ ഇഷ്ടം പോലെ, അൻ്റെ പൊരുത്തം പോലെ. എങ്ങനെ സ്വലാത്ത് ഒൽക്ക് എങ്ങനെ ഗുണം ചെയ്താലാണ് അനക്ക് പൊരുത്താകുക, അനക്ക് ഇഷ്ടാകുക? അതേമാതിരി എത്ര എണ്ണ വേണ്ടി? അനക്ക് എത്ര എണ്ണ ഉണ്ടായാലാണ് അനക്ക് പൊരുത്താകുക? അത്ര എണ്ണം. ഓ, വല്ലാത്തൊരു സ്ഥലം. എപ്പിസാദ് പറഞ്ഞ സ്ഥലം. എൻ്റെ മക്കളെയും കൊണ്ട് +1 +2 കുട്ടികളെ ഓലയും കൊണ്ട് എപ്പിസാദിൻ്റെ അടുത്ത് പോയി. അപ്പൊ എപ്പിസാദ് പറഞ്ഞു പറഞ്ഞ സ്ഥലം നമ്മൾ പഠിച്ചോളി, അത് പഠിച്ചവിടെ ഒക്കെ പോയാൽ ഇത് മാത്രം ബാക്കിയാട്ടെ, ഇതെങ്കിലും ബാക്കിയാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ. ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. ചൊല്ലി 10 ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതഗ്ളാ അദദ മാ തുഹിബ്ബു വതഗ്ളാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى
അദദ മാ തുഹിബ്ബു വതർളാ. പഠിച്ചില്ലേ? ഒന്ന് ചൊല്ലിക്കണേ, ഞാൻ കേൾക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പെണ്ണുങ്ങളൊക്കെ മൊബൈലിൽ പിടിച്ചോളി, ഒന്നുകൂടി ചൊല്ലാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. എത്താണ് ആ സലാത്തിന്റെ കട്ടിയറിയുന്നത്? ഒരുപാട് സലാത്ത് കേട്ടു ഈ പുസ്തകത്തിൽ. അതിപ്പോ കേട്ടത് ഭയങ്കര സംഭവം. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. ആമീൻ. ഇനി ഇതിന്റെ ഉസ്താദ് വരാനായി. ഇതിന്റെ ബാക്കി ഭാഗം ബഹുമാനപ്പെട്ട ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടും. എല്ലാവരും ഇരിക്കണം. ഉസ്താദ് നമ്മളെ നാട്ടിലേക്ക് വരികയാണ്. ഉസ്താദ് അപ്പോ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പെട്ടെന്ന് എത്തിയാൽ നിങ്ങളെല്ലാവരും എത്തുന്ന വകത്തിലോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് ഉസ്താദവകൾ ഇന്നൊക്കെ വരുന്നത് ഉടച്ചോനെ. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫ് മീറ്റ് ഉണ്ടായി. സ്റ്റാഫ് മീറ്റിൽ ഉസ്താദ് ഇരുന്നിട്ട് കസേരയിൽ നിന്ന് എണീക്കാൻ പെട്ട പാട്. എന്നിട്ട് ഉസ്താദ് ഓടന്നെയാണ്. അല്ലോ, നമ്മൾ ഉബൈദുല്ലാഹിന് വയനാട് ദർസ് തുടങ്ങി ഉസ്താദ് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയി. ചുരം കയറിയിട്ട് ഞങ്ങളാപ്പാന്നൊരു വിളിയാ. എന്തോ ഒരു സംഗതിയാണ്. ഓടന്നെ. നമ്മളെ നാട്ടിലേക്ക് ഇത് ഉസ്താദിനൊന്ന് കിട്ടാൻ വേണ്ടി എത്ര പാടുപെട്ടിട്ട് എല്ലാ ഹിക്മത്ത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം ഉസ്താദിന് വേണ്ടി നിങ്ങൾ ഇരുന്നു കൊടുക്കണം. ഈ നാടിൻ്റെ ആഘോഷവും പെരുന്നാളുമാണ് ഇന്ന്. അതുകൊണ്ട് ഉസ്താദിന് വേണ്ടി നിങ്ങൾ ഒന്ന് ക്ഷമയോടെ ഇരുന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടും. അല്ലാഹു തആല തൗഫീഖ് ആക്കട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ ഹജ്ജിന് പുറപ്പെടുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരമാവധി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരക്കും. എല്ലാവരോടും യാത്ര ചോദിക്കുക കൂടി ചെയ്യാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അപ്പോഴേക്ക് ഉസ്താദ് തോനെ നേരം നിൽക്കൂല, വളരെ കുറച്ച് സമയം നിൽക്കുള്ളൂ. അത്രയും ക്ഷീണിച്ച് വരികയാണ്. അതുകൊണ്ട് ഉസ്താദ് വരുമ്പോൾ ഉസ്താദിനെ പൂർണ്ണമായി സന്തോഷിപ്പിക്കുക എന്നത് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയൊരു ചാരുതയും ഏറ്റവും വലിയൊരു സ്വീകരണവുമാണ്. ഒരു സയ്യിദ് മുത്തനബിൻ്റെ ഒരു പേരക്കുട്ടി, ഇത്രയും വലിയൊരു നേതാവ് സാഹിദ് വലിയ ഇങ്ങനെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ സ്വീകരിക്കണം. അതുകൊണ്ട് ഒരു കുട്ടി പോലും ഇളകാതെ ഈ സഭയിൽ തന്നെ ഇരുന്ന് തിങ്ങിയ ഈ സദസ്സ് നിങ്ങൾ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്ത് ഇതിനോട് പൊരുത്തം കാണിക്കണമേ എന്നാവശ്യപ്പെട്ട്